നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അക്ഷരമധുരം നുകരാൻ ഒരു അധ്യയന വർഷം കൂടി. സംസ്ഥാനത്ത് 3 ലക്ഷത്തോളം കുരുന്നുകൾ വ്യാഴാഴ്ച 1-ാം ക്ലാസ്സിലെത്തും. പാഠം 1 അക്ഷരത്തിന് ആഹ്ലാദത്തിന്റെ മധുരം. ഉദയഗിരി പഞ്ചായത്തിലെ ലോവർ ചീക്കാട് ആദിവാസി കോളനിയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. നിരവധി കൃഷിയിടങ്ങളും ഷെഡുകളും തകർത്തു. മഴക്കാലത്ത് ഭയന്ന് വിറച്ച് നാട്. മഴയിൽ ചോർന്നൊലിച്ച് പരിയാരം പോലീസ് സ്റ്റേഷൻ. പിരിവിടത്ത് മേൽക്കൂരയിൽ ഇട്ട പ്ലാസ്റ്റിക് ഷീറ്റ് എത്ര നാൾ? ആശങ്കയിൽ പോലീസുകാർ. ആദ്യ മഴയിൽ തന്നെ ചെളിക്കുളമായി പഴയങ്ങാടി മാപ്പിള UP സ്കൂൾ റോഡ്. വ്യാഴാഴ്ച പ്രവേശനോത്സവ ദിനത്തിൽ വിദ്യാർത്ഥികൾ സ്കൂളിലെത്തേണ്ടത് ഈ റോഡ് താണ്ടി. വാർത്തകൾ വിശദമായി. ഒരു പുതിയ അധ്യയന വർഷം കൂടി പടിവാതിൽക്കലെത്തി. പുതിയ ഉടുപ്പ്, പുത്തൻ ബാഗ്, കാർട്ടൂൺ കഥാപാത്രങ്ങൾ, തലയിൽ കയറിയിരിക്കുന്ന കുടകൾ, കാലവർഷത്തിന്റെ വരവറിയിച്ച മഴയും എത്തി. ആഹ്ലാദനൃത്തം ചവിട്ടിയാണ് കുരുന്നുകൾ വ്യാഴാഴ്ച അക്ഷരമുറ്റത്തെത്തുക. വേനൽ അവധിയുടെ കളിയും ചിരിയും മാറി ഇനി ക്ലാസ് മുറികളിലേക്ക്. എന്നാൽ അവിടെയും കാത്തിരിക്കുന്നത് ആഹ്ലാദഭരിതമായ ദിവസങ്ങളാണ്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ 1-ാം ക്ലാസ്സിലേക്ക് 3 ലക്ഷത്തോളം കുരുന്നുകളാണ് കടന്നു ചെല്ലുന്നത്. പഴയ ക്ലാസ് മുറികളല്ല ഇപ്പോൾ. വിദ്യാലയത്തിന്റെ പ്രവേശന കവാടവും മുറ്റവുമെല്ലാം മാറി. ശിശുസൗഹൃദ അന്തരീക്ഷത്തിൽ വ്യാഴാഴ്ച പ്രവേശനോത്സവം നടക്കും. കണ്ണൂർ തളാപ്പ് ഗവൺമെന്റ് മിക്സഡ് UP സ്കൂളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇത്. ആനമയിൽ ഒട്ടകങ്ങൾ, അക്ഷരമന്ത്രങ്ങൾ, തോരണങ്ങൾ, വർണ്ണ ബലൂണുകൾ, വിസ്മയലോകമാണ് നമ്മുടെ വിദ്യാലയങ്ങൾ. സ്കൂൾ പ്രധാനാധ്യാപകൻ P. ശശി ഏറെ സന്തോഷത്തിലാണ്. കുട്ടികളെല്ലാം എത്തും. 10 മണി മുതൽ കുട്ടികൾക്കായിട്ടൊരു പരിപാടി സാക്യാർ കുത്ത നടക്കുന്നുണ്ട്. 12 മണിക്കാണ് പ്രവേശനോത്സവത്തിൻ്റെ പരിപാടിയൊക്കെ വെച്ചിട്ടുള്ളത്. പുതിയ ബിൽഡിംഗ് ഉദ്ഘാടനമുണ്ട്. പ്രവേശനോത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് T. പത്മനാണ് മേയർ പങ്കെടുക്കുന്നുണ്ട്. അതിൽ പിന്നെ ബിൽഡിംഗ് ഉദ്ഘാടനം അബ്ദുള്ളക്കുട്ടിയാണ്. മുമ്പ് അബ്ദുള്ളക്കുട്ടിയുടെ ഫണ്ടിൽ കിട്ടിയ ബിൽഡിങ്ങാണ്. പിന്നെ കുട്ടികൾക്ക് പുതുതായിട്ട് ഈ വർഷം പുതുതായിട്ട് വന്നിരിക്കുന്ന കുട്ടികൾക്കെല്ലാം സമ്മാനം നൽകുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ആ രീതിയിലും വിലമായ. ഈ സ്കൂളിൽ 1-ാം ക്ലാസ്സിലേക്ക് 160 കുരുന്നുകളാണ് കാലെടുത്തു വയ്ക്കുന്നത്. LKGയിൽ 120 കുട്ടികളും. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് പ്രവേശനോത്സവം നടത്തുന്നത്. സ്കൂളിലെത്തുന്ന മുഴുവൻ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മധുരം നൽകും. കാലം മാറിയപ്പോൾ നമ്മുടെ വിദ്യാലയങ്ങളും മാറി. സീൽ ന്യൂസ്, കണ്ണൂർ. മാങ്ങാട് തേറാറമ്പ് ക്ഷേത്രത്തിന് സമീപത്തെ ശാരദയുടെ പേരക്കുട്ടികളായ സിദ്ധാർത്ഥും വൈകലക്ഷ്മിയും ഇനി DYFIയുടെ തണലിൽ പഠിക്കും. കുട്ടികളുടെ 10-ാം ക്ലാസ് വരെയുള്ള മുഴുവൻ പഠന ചെലവും DYFI കല്യാശ്ശേരി ഈസ്റ്റ് മേഖലാ കമ്മിറ്റി ഏറ്റെടുത്തു. വ്യാഴാഴ്ച സ്കൂൾ തുറക്കാനിരിക്കെ എങ്ങും ആഘോഷ പരിപാടികൾ പൊടിപൊടിക്കുമ്പോഴാണ് DYFIയുടെ ഈ മാതൃകാ പ്രവർത്തനം. 6 വയസ്സുകാരനായ സിദ്ധാർത്ഥിൻ്റെയും അനുജിത്ത് വൈകിയുടെയും 10-ാം ക്ലാസ് വരെയുള്ള പഠന ചെലവാണ് DYFI കല്യാശ്ശേരി ഈസ്റ്റ് മേഖലാ കമ്മിറ്റി ഏറ്റെടുത്തത്. കുട്ടികൾക്ക് DYFI ജില്ലാ സെക്രട്ടറി VK സനോജ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. DYFI ബ്ലോക്ക് പ്രസിഡന്റ് VV സജിത്ത്, ലോക്കൽ സെക്രട്ടറി TT ബാലകൃഷ്ണൻ, രമിൽ MC, KV ജിതിൻ, ഉനൈസ്, കൃപേഷ്, സുഭാഷ്, ഷിബു എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. സീൽ ന്യൂസ്, പാപ്പിനിശ്ശേരി. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്രയൊരുക്കാൻ പഴയങ്ങാടിയിലെ അൽസഫർ അൽമാസ് ബസ്സുകൾ. സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. ബസ് ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിൽ പരസ്പരം പോരടിക്കുന്ന കാലത്ത് തീർത്തും വ്യത്യസ്തരാവുകയാണ് ഇവിടെ അൽമാസ് അൽസഫർ ബസ്സുകളുടെ ജീവനക്കാർ. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായും സൗജന്യമായാണ് യാത്ര. പുതിയങ്ങാടി ബീച്ച് റോഡിൽ സർവീസ് നടത്തുന്ന ബസ് കഴിഞ്ഞ 5 വർഷമായി വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്രയൊരുക്കി. മാട്ടൂൽ കണ്ണൂർ റൂട്ടിലോടുന്ന അൽമാസ് ബസ് സ്കൂൾ പ്രവേശന ദിവസം സൗജന്യമായി സർവീസ് നടത്തും. വിദ്യാർത്ഥികളുമായി ഏറെ സൗഹൃദപരമായ ഇടപെടലാണ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമ്മുടെ മാട്ടൂൽ കണ്ണൂർ റൂട്ടിലോടുന്ന ഞങ്ങളുടെ ഉടമസ്ഥയിലുള്ള അൽമാസ്, സൈനബ്, അൽസഫർ എന്നീ ബസ്സുകൾ നാളത്തെ ഒരു ദിവസം വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി യാത്ര അനുവദിക്കുകയാണ്. പൊതുവെ പൊതുജനങ്ങൾക്കും അതുപോലെ മറ്റുള്ളവർക്കും ഒരു ധാരണയുണ്ട്,
വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിൽ എന്നും ഒരു ഏറ്റുമുട്ടലും ഒരു കോമ്പറ്റീഷനും നടക്കുന്ന ഒരു മേഖലയാണ്. എന്നാൽ കഴിഞ്ഞ 5 വർഷമായി പുതിയങ്ങാടി ബീച്ച് റോഡിലോടുന്ന ഞങ്ങളുടെ ഉടമസ്ഥയിലുള്ള ബസ് അൽസഫർ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായും നാളെ മാട്ടൂൽ കണ്ണൂർ റൂട്ടിലോടുന്ന സൈനബ് അൽമാസ് എന്നീ ബസ്സിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി അവരുടെ യാത്ര അനുവദിക്കുന്നതാണ്. TV മുനീർ, സനീഷ്, അഷ്റഫ്, ഷാദുലി എന്നിവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ബസ്. സീൽ ന്യൂസ്, ചെറുകുന്ന. കാനായി ജ്യോതി ക്ലബിന്റെ നേതൃത്വത്തിൽ കുട ബാഗ് വിതരണം നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം R. അജിത പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണം നല്ല നിലയിൽ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കെ ഇതുപോലെ നാട്ടിൻ്റെ നാനാഭാഗത്തു നിന്നും വിവിധ സംഘടനകളുടെ എല്ലാ നേതൃത്വത്തിൽ ഇതിന് അവരുടെ എല്ലാം ഒരു കൈത്താങ്ങ് എന്നുള്ള നിലയിൽ ഈ വിദ്യാഭ്യാസ മേഖലയുടെ ഉണർവിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു പ്രവർത്തനം കൂടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. നല്ല നിലയിൽ നമുക്ക് ഈ വിദ്യാഭ്യാസ മേഖലയെ നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഒന്ന് കൈകോർത്ത് പിടിച്ചു കഴിഞ്ഞാൽ നല്ല നിലയിൽ നമുക്ക് വിദ്യാഭ്യാസ മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനും നമ്മുടെ മികവിൻ്റെ കേന്ദ്രങ്ങളായി വിദ്യാലയ കേന്ദ്രങ്ങളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇത്തവണയാണെങ്കിൽ 1ാം ക്ലാസ്സിലും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പ്രവേശനം നേടുന്ന സന്തോഷകരമായിട്ടുള്ള ഒരനുഭവമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. നമ്മുടെ തൊട്ടടുത്തുള്ള വിദ്യാലയങ്ങൾ ഇവിടെ ഹിന്ദു LP സ്കൂളിലും അതുപോലെ തന്നെ GM UP സ്കൂളിലും കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ കൂടുതൽ കുട്ടികൾ ഈ 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാനായി ജ്യോതി ക്ലബിന്റെ നേതൃത്വത്തിൽ 7 ഹിന്ദു LP സ്കൂളിലെ 1ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് കുടയും ബാഗും വിതരണം ചെയ്തത്. MV കണ്ണൻ അധ്യക്ഷത വഹിച്ചു. S. ഗിരിജാദേവി, O. രമേശൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സീൽ ന്യൂസ്, ചെറുകുന്ന. ഉദയഗിരി പഞ്ചായത്തിലെ ലോവർ ചീക്കാട് ആദിവാസി കോളനിയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. അർദ്ധരാത്രിയിലെത്തിയ ആനകൾ നിരവധി കൃഷിയിടങ്ങൾ നശിപ്പിച്ചതിന് ശേഷം ബുധനാഴ്ച രാവിലെ 9 മണിയോടെയാണ് തിരിച്ചുപോയത്. കർണാടക വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് ആനകളുടെ ആക്രമണമുണ്ടായത്. ചീക്കാട് ദേവീക്ഷേത്രത്തിന് സമീപത്തെ മുതുവൻകാരൻ മാണി എന്ന 80 വയസ്സുകാരി തനിച്ച് താമസിക്കുന്ന ഷെഡ് തകർക്കുകയും വാഴകൾ പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്തു. ഇവരുടെ ബന്ധുവായ മുതുവൻകാരൻ രാജേഷിന്റെ കൃഷിയിടങ്ങളും ആനകൾ നശിപ്പിച്ചു. മാണി ചെറുപുഴയിലെ ബന്ധുവീട്ടിൽ പോയ സമയത്തായതിനാൽ ജീവൻ തിരിച്ചുകിട്ടി. നേരം വെളുത്തിട്ടും തിരിച്ചു പോകാതെ കൃഷിയിടത്തിൽ നിലയുറപ്പിച്ച ആനകളെ പാട്ടകൊട്ടി ശബ്ദമുണ്ടാക്കിയാണ് കോളനി നിവാസികൾ ഓടിച്ചുവിട്ടത്. കൃഷിയിടങ്ങളിൽ വന്യമൃഗങ്ങൾ കയറാതിരിക്കുന്നതിന് പലയിടത്തും സൗരോർജ്ജ വൈദ്യുതി വേലികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തുകാർക്ക് ഇതിന്റെ യാതൊരു പ്രയോജനവും ലഭിക്കുന്നില്ല. 4 മണിയാകുമ്പോഴേ വന്നു, രാത്രി 7-7:30 ആകുമ്പോൾ ഇപ്പുറത്തേക്ക് കടന്നു. നമ്മൾ 2 പേര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് വേറെ ആരുമില്ല. കുട്ടികളെല്ലാം സ്കൂൾ അടവ് കാരണം പോയിട്ടാണ്. കുട്ടികളില്ലാത്തതുകൊണ്ട് ഭാഗ്യം മനസ്സിലായി. നമ്മൾ ഡിഷിനകത്ത് തീയിട്ട് നമ്മൾ രക്ഷപ്പെട്ടതെന്നു പറയാം. വന്യമൃഗങ്ങളുടെ ശല്യം ഞങ്ങൾ ഏകദേശം തരണം ചെയ്യാൻ തുടങ്ങിയിട്ട് കിട്ടിയ കാലം മുതലേ വന്യമൃഗങ്ങളുടെ ശല്യം ഞങ്ങൾ തരണം ചെയ്യാൻ തുടങ്ങിയിട്ട് 9ാമത്തെ വർഷമാണിത്. അതിൻ്റെ ഇടയിൽ ആനകൾ വരുമ്പോൾ ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസറെ വിവരം അറിയിക്കും, പിന്നെ പഞ്ചായത്ത് മെമ്പറെ കാര്യങ്ങളും എല്ലാവരെയും വിവരം അറിയിക്കും. അവർ വന്ന് നോക്കി ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നല്ലാതെ ഒരു പ്രാബല്യത്തിലുള്ള ഒരു വേലിയോ ഒരു കടങ്ങോ കാര്യങ്ങളോ ഇന്ന് വരെ ഇവിടെ പദ്ധതി പാസ്സാകുന്നുണ്ട്, പാസ്സാക്കി തരാമെന്ന് പറയുന്നല്ല ഇതുവരെ നിലവിലൊരു മാർഗം അവർ അതിന് വേണ്ടി സ്വീകരിച്ചിട്ടില്ല, ചെയ്തു തന്നിട്ടില്ല. മഴ ശക്തമാവുന്നതോടെ വന്യമൃഗശല്യം വർദ്ധിക്കുമെന്നതിനാൽ ഏറെ ഭീതിയോടെയാണ് നൂറുകണക്കിന് ആദിവാസി കുടുംബങ്ങൾ ഇവിടെ കഴിയുന്നത്. സീൽ ന്യൂസ്, ആലക്കോട്. വിനോദസഞ്ചാര കേന്ദ്രമായ പാലക്കയംതട്ട് റോഡിൽ കൂറ്റൻപാറ പതിച്ചു. കൈതള പാലക്കയംതട്ട് റോഡിലേക്കാണ് മലമുകളിൽ നിന്നും കൂറ്റൻ പാറക്കല്ല് ഉരുണ്ട് വീണത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് ഏറെ അപകട ഭീഷണി ഉയർത്തി പാറക്കല്ല് ഉരുണ്ട് റോഡിൽ പതിച്ചത്. പുത്തൻപുരയിൽ രാജുവിന്റെ കൃഷിയിടത്തിലൂടെ 300 മീറ്ററോളം ഉരുണ്ടിറങ്ങിയാണ് പാറ റോഡിൽ വീണത്. പാറ ഉരുണ്ട് നീങ്ങിയ ഭാഗത്തെ കൃഷികളെല്ലാം നശിക്കുകയും പതിച്ച ഭാഗത്തെ ടാറിംഗ് തകരുകയും ചെയ്തു. സംഭവ സമയം റോഡിലൂടെ വാഹനങ്ങളോ കാൽനടയാത്രക്കാരോ ഒന്നും കടന്നു പോകാതിരുന്നത് വൻ അപകടം ഒഴിവായി. റോഡിന്റെ നടുവിൽ കല്ല് നിൽക്കുന്നത് മൂലം പ്രദേശത്ത് വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. കവുങ്ങ്, കശുമാവ് ഉൾപ്പെടെയുള്ള കൃഷികളാണ് നശിച്ചതെന്ന് രാജു പറഞ്ഞു. കൂടി ഒരു സൗണ്ട് കേൾക്കുമ്പോഴാണ് ഞങ്ങളിത് ശ്രദ്ധിക്കുന്നത്. അപ്പോഴൊരു കല്ല് ഇങ്ങനെ ഉരുണ്ട് വരുന്നത് കണ്ടു. അപ്പം കശുമാവും തെങ്ങും കവുങ്ങും റബ്ബറും എല്ലാം ഇടിച്ച് തകർത്താണ് കല്ല് വരുന്നത് കണ്ടത്. എന്നാൽ ശക്തമായ മഴയോട്ടില്ലായിരുന്നു. സീൽ ന്യൂസ്, നടുവിൽ.
പഴയങ്ങാടി മാപ്പിള യു പി സ്കൂളിലേക്കുള്ള റോഡ് ചെളിക്കുളമായി. സ്കൂൾ പ്രവേശനോത്സവത്തിനെത്തേണ്ട വിദ്യാർത്ഥികളടക്കം ഇത് ദുരിതമായിരിക്കുകയാണ്. ഏറെക്കാലമായി ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് പഴയങ്ങാടി മാപ്പിള യു പി സ്കൂളിലേക്കുള്ള ഈ റോഡൊന്ന് അറ്റകുറ്റപ്പണി നടത്താൻ. എന്നാൽ ബന്ധപ്പെട്ട അധികൃതർക്ക് യാതൊരു കുലുക്കവുമില്ല. മഴ പെയ്തതോടെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ ചെളിവെള്ളം കെട്ടിനിൽക്കാൻ തുടങ്ങി. പ്രവേശനോത്സവത്തിന് മുമ്പെങ്കിലും ഈ റോഡിലെ ചെളിയെങ്കിലും നീക്കം ചെയ്യാമായിരുന്നു. പൊതുവിദ്യാലയ സംരക്ഷണത്തിന്റെ ഭാഗമായി സ്കൂളിൽ നിരവധി വികസന പ്രവൃത്തി നടത്തിയിട്ടുണ്ട്. എന്നാൽ സ്കൂളിലേക്കുള്ള റോഡ് അറ്റകുറ്റപ്പണി നടത്താത്ത അധികൃതരുടെ നടപടിയിൽ വ്യാപക പ്രതിഷേധമുയർന്നിട്ടുണ്ട്. ഈ പിണ്ണാക്കിൽ നിർത്തിയിട്ട് നാറിയിട്ട് ഈ വാർത്തവരാക്കി വരാണ് പോലെ ബാങ്കിലേക്ക് വരുന്ന കുട്ടികൾ സ്കൂളിൽ പോയി കളി നോക്കി അങ്ങനെ അവസ്ഥ ഇടയിട്ടുണ്ട്. വളരെ പ്രശ്നമാണ്. പക്ഷേ ബാങ്കിലേക്ക് ഒരാൾക്ക് കടന്നൊരാൾക്ക് വേണം. ഇവിടെ ഇപ്പോൾ ലോറി കാലം കൊണ്ട് ഇറക്കാൻ വരും. ഒരു വണ്ടി വരാൻ പറ്റില്ല. അവർ പിന്നാക്കിറക്കി വരുന്നത് നോക്കിയിട്ട് ഇപ്പോൾ സ്മെല്ല് നോക്കി ഇത്രയൊക്കെ മോശം അവസ്ഥയിൽ കൂടെ വന്നു. ഇവിടെ പഞ്ചായത്ത് ശ്രദ്ധിക്കുന്നില്ല, ബാക്കി ഒരാൾ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ. പഞ്ചായത്ത് ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇനീഷ്യേറ്റീവ് ഇവരൊക്കെ കമ്മിറ്റിയെല്ലാം പരാതി കൊടുത്തിട്ട് ഇപ്പോൾ നോക്കുക ആ ഊർജ്ജം മണ്ണിട്ട് കൂടെയാണ്. വെള്ളം മോശമാവില്ല, വെള്ളം കൊണ്ട് ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ടേക്കും വെള്ളം അങ്ങനെ അങ്ങനത്തെ അവസ്ഥയിൽ കൂടിയിട്ടില്ല. വളരെ മോശമാണ്. ഒന്നാമതിപ്പം ഗവൺമെൻറ് സ്കൂളാണ്. ഇപ്പോൾ സ്കൂൾ മറ്റേ പൊതുവിദ്യാലയം സംരക്ഷിക്കുന്ന സമയത്ത് അതിൻ്റെ ചുറ്റുപാട് എങ്ങനെ ഇരുന്നു. വളരെ മോശമായ അവസ്ഥയാണ്. അടിയന്തരമായി റോഡ് അറ്റകുറ്റപ്പണി നടത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് രക്ഷിതാക്കളും നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. സീൽ ന്യൂസ്, ചെറുകുന്ന്. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. ലളിതമായ പരീക്ഷണത്തിലൂടെ പുകവലിയുടെ ദൂഷ്യഫലങ്ങൾ തുറന്നു കാട്ടുകയാണ് ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കൂടിയായ ശശിധരൻ. ഒരു സിഗരറ്റിൽ നിന്നും ശരീരത്തിലെത്തുന്ന പുകയിലടങ്ങിയ നിക്കോട്ടിന്റെ അളവ് എത്രയെന്ന് ഏവർക്കു മുന്നിലും തുറന്നു കാട്ടുകയാണ് ഈ അധ്യാപകൻ. വളരെ ലളിതമായ പരീക്ഷണത്തിലൂടെയാണ് പുകവലിയുടെ കാഠിന്യം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ശശിധരൻ മാസ്റ്ററുടെ 5 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ലഘുപരീക്ഷണം പുകയില വിരുദ്ധ ദിനത്തിൽ പുകവലിക്കാരുടെ കണ്ണു തുറപ്പിക്കുമെന്നതിൽ സംശയമില്ല. ഒഴിഞ്ഞ കുപ്പിയിൽ ഘടിപ്പിച്ച ഒരു കുഴലും ഒരു തുണ്ട് സ്പോഞ്ചും ഉണ്ടായാൽ ഈ പരീക്ഷണം ആർക്കും ചെയ്യാം. കുപ്പിയുടെ അടിഭാഗത്ത് ചെറിയ കുഴൽ ഘടിപ്പിച്ച് അറ്റമടച്ചു വെക്കുകയും ചെയ്യണം. പിന്നീട് കുപ്പിയുടെ മൂടിയിൽ ദ്വാരമുണ്ടാക്കി സിഗരറ്റ് കുത്തിവെച്ച് വായു കടക്കാതിരിക്കുന്നതിന് മെഴുക് ഉരുക്കി ദ്വാരമടക്കണം. പിന്നീട് കുപ്പിയിൽ വെള്ളം നിറച്ച് സിഗരറ്റ് കത്തിക്കും. അടിഭാഗത്തെ കുഴൽ തുറന്ന് വെള്ളം പുറത്തു കളയുമ്പോൾ സിഗരറ്റിന്റെ പുക കുപ്പിക്കുള്ളിലേക്ക് കയറും. പിന്നീട് മൂടി തുറന്ന് സ്പോഞ്ച് വെച്ച് അടിയിലെ കുഴൽ വഴി ശക്തമായി ഊതിയാൽ പുക മൂടി വഴി പുറത്തേക്ക് പോകും. സ്പോഞ്ചിൽ കാണുന്ന ഈ കറുത്ത പാട് കണ്ടാൽ ആരും പുകവലിക്കണോ എന്ന് ഒരു നിമിഷമെങ്കിലും ചിന്തിക്കും. ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ ഏകദേശം എന്ത് തന്നെയാലും 2 ലിറ്റർ പുക അതിനകത്തുണ്ടാകുന്നതാണ് എൻ്റെ ഒരു ഊഹം. ആ പുക ഉണ്ടാകുന്നത് മാത്രമല്ല, ഗവൺമെൻറ് അല്ലെങ്കിൽ കമ്പനി നിശ്ചയിച്ച എന്താണ് ഇതിൻ്റെ ഫിൽറ്റർ, ഇത് കടന്നിട്ട് പോകുന്ന പുകയാണ്. എന്നിട്ടും ആ പുക തിരിച്ചു പോകുമ്പോൾ കാണുന്ന നിക്കോട്ടിനാണ് ഈ ഷീറ്റിനകത്തുള്ളത്, ഒരു സിഗരറ്റിൻ്റെത്. അപ്പോൾ ഒന്നിലധികം സിഗരറ്റ് വലിക്കുന്നവരുടെ ശരീരത്തെ, ശ്വാസകോശത്തെ എത്രത്തോളം ഇത് ബാധിക്കും എന്നുള്ളത് ഊഹിച്ചാൽ മതി എന്ന് മാത്രമേ എനിക്ക് സംബന്ധിച്ച് പറയാനുള്ളൂ. പുകയില വിരുദ്ധ ദിനത്തിൽ ഒരു പുതിയ സന്ദേശം നൽകുകയാണ് ഈ അധ്യാപകൻ. സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം. ചോർന്നൊലിച്ച് പരിയാരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ. 2009 ആരംഭിച്ച സ്റ്റേഷന് തുടക്കം മുതൽ തന്നെ ചോർച്ച ശാപമായിരുന്നു. വീണ്ടും ഒരു മഴക്കാലം എത്തിയതോടെ പോലീസുകാർ തന്നെ പിരിവെടുത്ത് പ്ലാസ്റ്റിക് ഷീറ്റ് വാങ്ങി മേൽക്കൂരയ്ക്ക് വിരിച്ചിരിക്കുകയാണ്. 8 വർഷക്കാലമായി മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന പരിയാരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ജീവൻ പണയം വെച്ചാണ് പോലീസുകാർ ജോലി ചെയ്യുന്നത്. അനുഭവപാഠം ഉൾക്കൊണ്ട് പോലീസുകാർ ഇത്തവണ കാലവർഷം ആരംഭിക്കുമ്പോൾ തന്നെ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മേൽക്കൂര മറച്ചിരുന്നു. ഇവിടെയുള്ള പോലീസുകാർ തന്നെ 8000 രൂപ പിരിവെടുത്താണ് മേൽക്കൂരയെ പ്ലാസ്റ്റിക് ഷീറ്റ് പുതപ്പിച്ചത്. 1948 പരിയാരം TB സാനിറ്റോറിയം സൂപ്രണ്ടിന്റെ ക്വാർട്ടേഴ്സായി പ്രവർത്തിച്ച കെട്ടിടത്തിന് 69 വർഷത്തെ പഴക്കമുണ്ട്. ചോർച്ച താൽക്കാലികമായി തടഞ്ഞുവെങ്കിലും ദ്രവിച്ചു കിടന്ന മേൽക്കൂര ഏതുനേരവും താഴേക്ക് വീഴാമെന്ന നിലയിലാണ്. 2009 ഇവിടെ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചു തുടങ്ങിയ സമയത്ത് കാര്യമായ അറ്റകുറ്റപ്പണിയൊന്നും നടത്താതെയായിരുന്നുവെന്നും ആരോപണമുയർന്നിരുന്നു. തുടക്കം മുതൽ തന്നെ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ശാപമായിരുന്നു കാലവർഷത്തുള്ള ചോർച്ച. മേൽക്കൂരയുടെ ചോർച്ച ഓരോ വർഷം പിന്നിടുമ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 8 വർഷമായി പോലീസുകാർ കയ്യിൽ നിന്ന് പണം മുടക്കിയാണ് പല ഭാഗത്തും മേൽക്കൂരയിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കുന്നത്. ഇത്തവണ മേൽക്കൂര മുഴുവൻ കനത്ത ചോർച്ച വന്നതോടെ സ്റ്റേഷൻ മേൽക്കൂരയിൽ മൊത്തമായി കട്ടിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് 4 ഭാഗത്തും വലിച്ചു കെട്ടിയിരിക്കുകയാണ്. പരിയാരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന്റെ ശോച്യാവസ്ഥ
ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ഉന്നതരെ അറിയിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പുതിയ കെട്ടിടമുണ്ടാക്കുമെന്ന പ്രഖ്യാപനമുണ്ടായതല്ലാതെ ഇതുവരെയായും നടപടികളൊന്നും ഉണ്ടായില്ല. ചെറിയ മുറികളിൽ ഏറെ ബുദ്ധിമുട്ടിയാണ് പോലീസുകാർ ജോലി ചെയ്യുന്നത്. വനിതാ പോലീസുകാർക്ക് പ്രത്യേകമായി വിശ്രമമുറിയും ഇവിടെയില്ല. ലോക്കപ്പ് സൗകര്യമില്ലാത്തതിനാൽ പ്രതികളെ തളിപ്പറമ്പിലോ പഴയങ്ങാടിയിലോ കൊണ്ടുപോകേണ്ടി വരുന്നത് അധികൃതരുടെ അവഗണനയുടെ സൂചനയാണ്. ആവശ്യത്തിന് സർക്കാർ ഭൂമിയുള്ള പരിയാരത്ത് സൗകര്യപ്രദമായ പുതിയ പോലീസ് സ്റ്റേഷൻ കെട്ടിടം പണിയുന്നതിന് നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. പരിയാരം പോലീസ് സ്റ്റേഷന്റെ ജീർണാവസ്ഥയ്ക്ക് അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ മൊത്തത്തിലുള്ള ആവശ്യം. കാരണം 8 വർഷത്തോളമായി ഈ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നിട്ട് ആ നിലവിൽ വന്ന കാലഘട്ടത്തിലുള്ള ബിൽഡിങ്ങിൻ്റെ അവസ്ഥ തന്നെയാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിന് ചെറിയ മാറ്റം എന്ന രീതിയിൽ കഴിഞ്ഞ ജനകീയ പങ്കാളിത്തത്തോടുകൂടി ഒരു ഓട് ചുവന്നൊലിക്കുന്ന ഓടുകളൊക്കെ മാറ്റി ഷീറ്റിട്ട് നിൽക്കുന്നത് അതിൻ്റെ കൈക്കോലുകൾ മുഴുവൻ ജീർണിച്ച് ഒരു അപകടാവസ്ഥയിലായ അവസ്ഥയാണ്. നിരവധി കേസുകളുടെ ഫയലുകളും ഒക്കെ ഈ വലിയ മഴയിൽ നനഞ്ഞൊലിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ പരിയാരം പോലീസ് സ്റ്റേഷൻ നടക്കുന്നത്. വനിതാ പോലീസുകാർക്ക് വിശ്രമിക്കാനോ അവരുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ ഒരു അടിസ്ഥാന സൗകര്യം നമ്മുടെ പരിയാരം പോലീസ് സ്റ്റേഷനകത്ത് ഇപ്പോൾ നിലവിലില്ല. കുറ്റവാളികളെയൊക്കെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളൊക്കെ അവിടെ സ്റ്റേഷനകത്ത് കൊണ്ടുവന്നാൽ സമീപത്തുള്ള പഴയങ്ങാടി തളിപ്പറമ്പ് പോലുള്ള പോലീസ് സ്റ്റേഷനകത്തേക്ക് കൊണ്ടുപോകേണ്ട ഒരു ദുരവസ്ഥയാണ് ഇന്ന് പരിയാരം പോലീസ് സ്റ്റേഷനകത്തുള്ളത്. ഇത് അടിയന്തരമായി പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാറ്. അതുപോലെ സീൽ ന്യൂസ് തളിപ്പറമ്പ. സ്വത്ത് തട്ടിയെടുത്ത് മക്കൾ തെരുവിൽ ഉപേക്ഷിച്ച വൃദ്ധനെ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ സഹായത്തോടെ പേരാവൂർ സ്നേഹഭവനിലാക്കി. കണ്ണൂർ ADM മുഹമ്മദ് യൂസഫിന്റെ നിർദ്ദേശപ്രകാരമാണ് തിരുമേനി സ്വദേശി മേക്കലാത്ത് ദേവസി എന്ന 80-കാരന് താവളമൊരുങ്ങിയത്. 10 ഏക്കറോളം കൃഷിയിടം സ്വന്തമായി ഉണ്ടായിട്ടും ബധിരനും മൂകനുമായ ദേവസിയെ മക്കൾ തെരുവിൽ ഉപേക്ഷിക്കുകയായിരുന്നു. തെർത്തല്ലി ടൗണിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിന്ന് സാമൂഹ്യ പ്രവർത്തകരാണ് അവശനിലയിലായ ഇയാളെ താൽക്കാലിക ഇടത്താവളത്തിലേക്ക് മാറ്റിയത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട കണ്ണൂർ ADM മുഹമ്മദ് യൂസഫ് അടിയന്തര നടപടി ആവശ്യപ്പെട്ട് സാമൂഹ്യക്ഷേമ വകുപ്പിന് നിർദ്ദേശം നൽകുകയായിരുന്നു. ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി ഭാര്യയും മക്കളുമായി സംസാരിച്ചുവെങ്കിലും ദേവസിയെ ഏറ്റെടുക്കാൻ അവർ തയ്യാറായില്ല. തുടർന്നാണ് പേരാവൂർ അരങ്ങാടുള്ള സ്നേഹഭവനിലേക്ക് അദ്ദേഹത്തെ മാറ്റിയത്. സാമൂഹ്യ പ്രവർത്തകൻ K. ശ്രീനിവാസൻ, ICDS ഓഫീസ് ജീവനക്കാരായ രമേശൻ, സജീവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ദേവസിയെ പേരാവൂരിലെത്തിച്ചത്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും ഉറപ്പുവരുത്തുന്ന നിയമമനുസരിച്ച് ഭാര്യയ്ക്കും മക്കൾക്കുമെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് അധികൃതരുടെ തീരുമാനം. സീൽ ന്യൂസ് ആലക്കോട്. തളിപ്പറമ്പ് കൂർഗ് റോഡിൽ കാർത്തികപുരത്തുണ്ടായ വാഹനാപകടത്തിൽ യുവാവിന് പരിക്കേറ്റു. കാർത്തികപുരം സ്വദേശി കാഞ്ഞിരക്കാട്ട് കുന്നൽ അമൽ അഗസ്റ്റിനാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. മണക്കടവ് ഭാഗത്ത് നിന്നും വന്ന ബൈക്ക് നിർത്തിയിട്ടിരുന്ന കാറിന്റെ ഡോറിൽ ഇടിക്കുകയായിരുന്നു. കാർ നിർത്തിയ ഉടനെ ഡ്രൈവർ ഡോർ തുറന്നതാണ് അപകട കാരണം. റോഡിൽ തെറിച്ച അമലിനെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. കാലിന് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സീൽ ന്യൂസ് ആലക്കോട്. ശ്രീകണ്ഠപുരം ടൗണിലെ പ്ലാസ്റ്റിക് മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാൻ പ്രതിപക്ഷം തീരുമാനിച്ചതായി പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് MC രാഘവൻ അറിയിച്ചു. ശ്രീകണ്ഠപുരം ടൗണിൽ പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധിച്ചെങ്കിലും നഗരസഭ തന്നെ പ്ലാസ്റ്റിക്കുകൾ കൂട്ടിയിട്ട സ്ഥിതിയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ റീസൈക്ലിംഗ് ചെയ്യാൻ മുനിസിപ്പാലിറ്റി തീരുമാനിച്ചെങ്കിലും ഇതുവരെയായും ഇത് നടപ്പിലായിട്ടില്ല. പ്ലാസ്റ്റിക് നിരോധനം ഭാഗികമായി നടപ്പിലാക്കിയെങ്കിലും ടൗണിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നത് ശ്രീകണ്ഠപുരം ഓട്ടോ സ്റ്റാൻഡിന് സമീപത്തുള്ള മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലുള്ള സ്ഥലത്താണ്. റീസൈക്ലിംഗിന് വേണ്ടി സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചെങ്കിലും ഇതുവരെയായും മാലിന്യം ഏറ്റെടുക്കാനോ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുവാനോ മുനിസിപ്പാലിറ്റി നടപടി സ്വീകരിക്കുകയോ ചെയ്തില്ല. ഇപ്പോഴും വഴിയാത്രക്കാർക്കും കച്ചവടക്കാർക്കും ടാക്സി സ്റ്റാൻഡ് ജീവനക്കാർക്കും ബുദ്ധിമുട്ടാണ് ഇത്. ഇതിനിടെ യോഗത്തിൽ നഗരസഭയുടെ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി കാണിക്കുന്ന അലംഭാവം ഇപ്പോഴും തുടരുകയാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ശ്രീകണ്ഠപുരത്ത് ഇപ്പോൾ കൂട്ടിയിട്ടിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യം. യഥാർത്ഥത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കാൻ വേണ്ടി പാടില്ല. എന്നാൽ ഇവിടെ മുനിസിപ്പൽ അധികാരികൾ ചെയ്യുന്നത്, ആദ്യഘട്ടത്തിൽ അവർ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ആ പുഴയിൽ കൊണ്ടുപോയി പാലത്തിന് താഴെ വെച്ച് ഇത് കത്തിക്കുകയാണ്. ഇപ്പോൾ ഇത് അവിടെ ഓട്ടോ സ്റ്റാൻഡിനടുത്ത്
പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുക, കുന്നുകൂട്ടിയിട്ടിരിക്കുക. ഇത് വലിയ തോതിലുള്ള ഒരു മാലിന്യ പ്രശ്നം തന്നെ ഇവിടെ സൃഷ്ടിച്ചിരിക്കുക. ഇത് അടിയന്തരമായി ഒഴിവാക്കാൻ മുനിസിപ്പൽ ചെയർമാനോടും അതുപോലെ തന്നെ അതിൻ്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോടും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ചെയ്യുന്നില്ല എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അതിശക്തമായ പ്രക്ഷോഭം നടത്താൻ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളും അതുപോലെ തന്നെ സാമൂഹിക സംഘടനാ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം തയ്യാറാവും എന്ന കാര്യം ഇക്കാര്യത്തിൽ അറിയിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം. മുതിർന്ന പത്രപ്രവർത്തകൻ പന്ന്യൻ ഭരതന്റെ നിര്യാണത്തിൽ കണ്ണൂർ പ്രസ് ക്ലബ്ബ് അനുശോചിച്ചു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് KT ശശി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നല്ലൊരു ഫുട്ബോൾ സംഘാടകനായിരുന്നു എന്നത് ഈ പത്രപ്രവർത്തനത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അക്കാലത്ത് ലക്കി സ്റ്റാറാണ് ഇവിടുത്തെ പോപ്പുലറായിരിക്കുന്ന ടീമുകളിലൊന്ന്. ലക്കി സ്റ്റാർ മോഹൻ ബഗാനെ കോഴിക്കോട്ട് പരാജയപ്പെടുത്തിയ ശേഷം ഉണ്ടായിരിക്കുന്ന കാലഘട്ടത്തിൽ വർഷങ്ങളോളം അദ്ദേഹത്തെ ക്ലബിനെ വളരെ ആരാധനാപൂർവം കാണികൾ കൊണ്ടു നടന്ന കാലമുണ്ടായിരുന്നു. ആ കാലത്തെല്ലാം വലുതായിട്ട് കേരള പത്രപ്രവർത്തക യൂണിയൻ ജനറൽ സെക്രട്ടറി C. നാരായണൻ, P. ദിവാകരൻ, P. ഗോപി, M. അബ്ദുറഹ്മാൻ, PB മുഹമ്മദ് അലി, ഹനീഫ ഗുരുക്കളകത്ത്, K. ഹരിശങ്കർ എന്നിവർ സംസാരിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. കുറുമാത്തൂരിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹസൻകോയ വിഭാഗം കമ്മിറ്റി രൂപീകരണം നടന്നു. ചടങ്ങിൽ വെച്ച് SSLC വിജയികൾക്കുള്ള അനുമോദനവും നടന്നു. കഴിഞ്ഞ 23-ന് നടന്ന ജനറൽ ബോഡി യോഗത്തിൽ മുൻ കമ്മിറ്റി കൈക്കൊണ്ട ഭരണഘടനാ വിരുദ്ധവും ഏകാധിപത്യപരവുമായ നടപടിയിൽ പ്രതിഷേധിച്ചാണ് 78ഓളം വ്യാപാരികൾ ഹസൻകോയ വിഭാഗത്തിൽ ചേർന്നത്. പൊക്കുണ്ട് ടൗണിൽ ചേർന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹസൻകോയ വിഭാഗം കമ്മിറ്റി രൂപീകരണ കൺവെൻഷനിൽ 78 പേരും പങ്കെടുത്തു. കൺവെൻഷൻ കേരള വ്യാപാരി വ്യവസായി ജില്ലാ പ്രസിഡന്റ് TF സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ഉന്നമനത്തിന് വേണ്ടി അവരുടെ പ്രയാസങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച സംഘടനയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. നമ്മുടെ നിയമാവലിയിൽ എല്ലാം പറഞ്ഞിരുന്നു. ഇന്നിപ്പോ അതിനെല്ലാം ഘടകവിരുദ്ധമായി എത്ര സമരങ്ങൾ ഇവിടെ നമ്മൾ നടത്തിയിരിക്കുന്നു എന്നതിന് കഴിയുന്നുണ്ടോ? 5-6 വർഷം കൊണ്ട് നമ്മൾ സമരം ചെയ്യുന്നത് വാടക കുടിയാൻ നിയമത്തിനെതിരെ. അത് നിയമസഭ പാസ്സാക്കാൻ സബ്ജക്ട് കമ്മിറ്റിയുടെ കയ്യിലുള്ളത് പാസ്സാക്കണം പറഞ്ഞിട്ട് ഇതുവരെ പാസ്സാക്കി. സാമ അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ജില്ലാ സെക്രട്ടറി V. കണ്ണൻ, CH ആലിക്കുട്ടി ഹാജി, CK മുഹമ്മദ് കുഞ്ഞി, MP മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, തളിപ്പറമ്പ. MVR സ്മൃതി ചാരിറ്റബിൾ ട്രസ്റ്റ് പഴയങ്ങാടിയിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു. TV രാജേഷ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസപരമായിട്ടുള്ള അവരുടെ മുന്നേറ്റം, ഉന്നത വിദ്യാഭ്യാസവുമായി വികസനം വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ലോകത്തിലെ ഓരോ രാജ്യങ്ങളുടെയും അനുഭവങ്ങൾ തെളിയിക്കും. ഇപ്പോൾ വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങളിലൊക്കെയും ഈ 18-നും 13-നും ഇടയിലുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ആ നിശ്ചിത പ്രായപരിധിയിലുള്ള ആളുകൾ എടുത്തു നോക്കിയാൽ 60, 70, 80% ആളുകൾ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് 12% മാത്രം. MVR സ്മൃതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മാടായി ഗ്രാമപഞ്ചായത്തിലെ മാടായി ഗവൺമെന്റ് ബോയ്സ് ഗേൾസ് പുതിയങ്ങാടി ജമാഅത്ത് ഹൈസ്കൂളിലെയും SSLC +2 മുഴുവൻ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിച്ചു. പഴയങ്ങാടി വ്യാപാരി ഭവനിൽ നടന്ന പരിപാടിയിൽ TV രാജേഷ് MLA ഉപഹാര സമർപ്പണം നടത്തി. ചടങ്ങിൽ സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ യുവപ്രതിഭാ പുരസ്കാരം നേടിയ ശില്പി ഉണ്ണിക്കാനായിയെ അനുമോദിച്ചു. മാണിക്കര ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. OV സിജു, മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SK ആബിദ, KV രാമചന്ദ്രൻ മാസ്റ്റർ, V വിനോദ്, ബേബി സുനാഗർ, PM ഹനീഫ്, M ലക്ഷ്മണൻ മാസ്റ്റർ, P ആനന്ദകുമാർ, സുധീഷ് കടന്നപ്പള്ളി തുടങ്ങിയവർ സംബന്ധിച്ചു. സീൽ ന്യൂസ്, ചെറുകുന്ന. മാട്ടൂൽ കനൽ സാംസ്കാരിക വേദി പച്ചക്കറി കൃഷി നടീലുത്സവം മാട്ടൂരിൽ നടന്നു. കല്ലേശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് VV പ്രീത പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാട്ടൂൽ കനൽ ജൈവ കർഷക വേദിയുടെ നേതൃത്വത്തിൽ മഴക്കാല പച്ചക്കറി കൃഷി ആരംഭിച്ചു. മാട്ടൂൽ ഗവൺമെന്റ് ആശുപത്രി കോമ്പൗണ്ടിലെ 25 സെന്റ് സ്ഥലത്താണ് പച്ചക്കറി കൃഷി ഇറക്കിയത്. വെണ്ട, പയർ, അമര, പാലക്ക, ചീര, താലോരി, മഞ്ഞൾ, ചേന തുടങ്ങി നിരവധി ഇനം കൃഷി ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VV പ്രീത ഉദ്ഘാടനം ചെയ്തു. കർഷകവേദി കൺവീനർ KV മോഹൻ മാസ്റ്റർ,
കനൽ സാംസ്കാരിക വേദി സെക്രട്ടറി സി പ്രകാശൻ എന്നിവർ സംസാരിച്ചു. കൃഷിവകുപ്പ് കല്യാശ്ശേരി ബ്ലോക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ജോളി അലക്സ്, മാട്ടൂർ കൃഷി ഓഫീസിലെ സലോമി പണിക്കർ എന്നിവരുടെ സാങ്കേതിക സഹായത്തിലാണ് കൃഷി ചെയ്യുന്നത്. സീൽ ന്യൂസ്, ചെറുകുന്ന്. ആലക്കോട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായി സൈക്കിൾ വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് മോളി മാനുവൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 2 ലക്ഷത്തോളം രൂപ ചിലവിൽ 50 സൈക്കിളുകളാണ് വിതരണം ചെയ്തത്. പുതിയ അധ്യയന വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ ലഭിച്ച സൈക്കിൾ ഏറെ സന്തോഷത്തോടെയാണ് വിദ്യാർത്ഥികൾ സ്വീകരിച്ചത്. തങ്ങൾക്ക് കിട്ടിയ സൈക്കിൾ കൗതുകപൂർവ്വം പരിശോധിച്ച് യാത്രാ യോഗ്യമാണെന്ന് മനസ്സിലാക്കിയാണ് പലരും പഞ്ചായത്ത് ഓഫീസ് പരിസരം വിട്ടത്. മുൻകൂട്ടി അപേക്ഷ സ്വീകരിച്ചവരിൽ നിന്നും മുൻഗണന പ്രകാരമാണ് സൈക്കിളുകൾ വിതരണം ചെയ്തതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മോളി മാനുവൽ പറഞ്ഞു. 50 കുട്ടികളോളം SC വിഭാഗത്തിൽപ്പെട്ട 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇവിടെ നിന്ന് സൈക്കിൾ വിതരണം ചെയ്യുന്നു. അവർക്ക് സ്കൂളിൽ പോകാനും മറ്റാവശ്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു നല്ല ഉപകാരപ്രദമായ രീതിയിൽ ഇത് ഉപയോഗിക്കാനായിട്ട് പറഞ്ഞതുകൊണ്ട് ഈ സൈക്കിൾ വിതരണം ഉദ്ഘാടനം ചെയ്തതാണ്. രക്ഷിതാക്കളുമായാണ് സൈക്കിൾ വാങ്ങാൻ പഞ്ചായത്ത് ഓഫീസിൽ എത്തിയതെങ്കിലും സൈക്കിൾ കയ്യിൽ കിട്ടിയതോടെ ആഹ്ലാദത്തോടെ രക്ഷിതാക്കളെ ഒഴിവാക്കിയായിരുന്നു തിരികെ യാത്ര. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി മോഹനൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PC ആയിഷ, പഞ്ചായത്ത് സെക്രട്ടറി NN പ്രസന്നകുമാർ, ജോസ് അള്ളുംപുറം, ഔസേപ്പച്ചൻ തേവറോലിക്കൽ, ഫ്രാൻസിസ് മ്രാലയിൽ, MK ബിന്ദു, നിഷാവിനു, ഷിബി ഷനീഷ്, ദേവദാസ് എന്നിവർ സംസാരിച്ചു. സീൽ ന്യൂസ്, ആലക്കോട്. 32 വർഷമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ സേവനമനുഷ്ഠിച്ച് പടിയിറങ്ങുന്ന NP മോഹനന് യാത്രയപ്പ് നൽകി. ശ്രീകണ്ഠാപുരം മുനിസിപ്പൽ കൗൺസിൽ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ PP രാഘവൻ ഉദ്ഘാടനം ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഭരണസമിതിക്ക് ഒരു വലിയ അനുഗ്രഹമായിരുന്നു സാറ്. ഞങ്ങൾ ആദ്യമായി കയറി വരുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങളൊക്കെ പുതുക്കക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട നല്ല നിർദ്ദേശങ്ങൾ ഞങ്ങളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഭരണത്തിലേക്ക് കയറി വന്നപ്പോൾ ഞങ്ങളെ ഒരു വഴികാട്ടി എന്ന് വേണമെങ്കിൽ പറയും. ശരിക്കും അദ്ദേഹം ആ ഒരു റോളായിരുന്നു. ജോസഫീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു. AP മുനീർ, സന്തോഷ് കുമാർ, അഡ്വക്കേറ്റ് MC രാഘവൻ, നിഷിത റഹ്മാൻ എന്നിവർ സംസാരിച്ചു. ശ്രീകണ്ഠാപുരം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആയതു മുതൽ മുനിസിപ്പാലിറ്റി സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയാണ് ഇദ്ദേഹം. പഞ്ചായത്ത് എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് VP മോഹനൻ. സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം. ആലക്കോട് റോയൽ ജേസിസിന്റെ ആഭിമുഖ്യത്തിൽ സ്ത്രീ സംരംഭകത്വ സെമിനാർ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മോളി മാനുവൽ ഉദ്ഘാടനം ചെയ്തു. ആലക്കോട് വ്യാപാര ഭവനിൽ നടന്ന പരിപാടിയിൽ 100 കണക്കിന് വനിതകൾ പങ്കെടുത്തു. ജേസിസ് പ്രസിഡന്റ് സജി കരുവിൽ അധ്യക്ഷത വഹിച്ചു. സോൺ പ്രസിഡന്റ് ദിലീപ് T ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. അഭിലാഷ് നാരായണൻ, KP ജോബി, സനീഷ് ഔസേപ്പ്, സജീവ് നടുവിലെ മുറിയിൽ എന്നിവർ നേതൃത്വം നൽകി. സീൽ ന്യൂസ്, ആലക്കോട്. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് നടത്തിയ മെഗാ ഫെസ്റ്റിന്റെ കൂപ്പൺ നറുക്കെടുപ്പ് നടന്നു. മേയർ EP ലത ഉദ്ഘാടനം ചെയ്തു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളാണ് വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നൽകുന്നത്. തിലാനൂർ സ്വദേശിനി നജീറക്കാണ് സ്കൂട്ടർ ലഭിച്ചത്. മെഗാ നറുക്കെടുപ്പ് 2-ന് തൃശ്ശൂരിൽ വെച്ച് നടക്കും. സീൽ ന്യൂസ്, കണ്ണൂർ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അക്ഷരമധുരം നുകരാൻ ഒരു അധ്യയന വർഷം കൂടി. സംസ്ഥാനത്ത് 3 ലക്ഷത്തോളം കുരുന്നുകൾ വ്യാഴാഴ്ച 1ാം ക്ലാസ്സിലെത്തും. പാഠം 1, അക്ഷരത്തിന് ആഹ്ലാദത്തിന്റെ മധുരം. ഉദയഗിരി പഞ്ചായത്തിലെ ലോവർ ചീക്കാട് ആദിവാസി കോളനിയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. നിരവധി കൃഷിയിടങ്ങളും ഷെഡുകളും തകർത്തു. മഴക്കാലത്ത് ഭയന്ന് വിറച്ച് നാട്. മഴയിൽ ചോർന്നൊലിച്ച് പരിയാരം പോലീസ് സ്റ്റേഷൻ. പിരിവിടത്ത് മേൽക്കൂരയിൽ ഇട്ട പ്ലാസ്റ്റിക് ഷീറ്റ് എത്ര നാൾ? ആശങ്കയിൽ പോലീസുകാർ. ആദ്യ മഴയിൽ തന്നെ ചെളിക്കുളമായി പഴയങ്ങാടി മാപ്പിള UP സ്കൂൾ റോഡ്. വ്യാഴാഴ്ച പ്രവേശനോത്സവ ദിനത്തിൽ വിദ്യാർത്ഥികൾ സ്കൂളിലെത്തേണ്ടത് ഈ റോഡ് താണ്ടി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.